വളരെ വലിയ പ്രതിസന്ധിയാണ് വനം വന്യജീവി സംരക്ഷണത്തിൽ നമ്മൾ നേരിടുന്നത്. ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും പുതിയ യുഗത്തിൽ വലിയ പ്രതിസന്ധിയാണ്. ആനകളെ സംബന്ധിച്ചിടത്തോളം ആന ധാരാളമായി ആളുകളെ ഇടിച്ചു കൊല്ലുന്നുണ്ട്, ചവിട്ടിക്കൊല്ലുന്നുണ്ട്, പല തീരത്തിൽ കൊല്ലുന്നുണ്ട്. ആനയുടെ ഏറ്റവും വലിയ പ്രത്യേകത 3 കിലോമീറ്റർ ദൂരമുള്ള നീരറവുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് പിടിക്കാൻ ആനയ്ക്ക് കഴിയും. വെള്ളത്തിന് സ്മെല്ലല്ല, ഒരു വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ 3 കിലോമീറ്റർ ദൂരമുണ്ടെങ്കിലും നീരുറവുണ്ടെങ്കിലും ആനയ്ക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ അത് കാല് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലെ ജലത്തിൻ്റെ സാന്നിധ്യം വളരെ പെട്ടെന്ന് അറിയാൻ കഴിയുന്ന ഒരു ജീവിയാണ് ആന. അപ്പോൾ കാട്ടിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് ആനകൾ എന്ത് ചെയ്യും? ഞാൻ ഈ പറഞ്ഞതുപോലെ പുറത്തിറങ്ങും. വളരെ കൃത്യമായി 3 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വെള്ളത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റിയാൽ, മനസ്സിലാക്കാൻ പറ്റിയാൽ പിന്നെ ആന വെറുതെ ഇരിക്കുമോ? ആന കാട്ടിൽ പുറത്തിറങ്ങും. അതുപോലെ തന്നെ കടുവകൾ, പുലികൾ, ഇങ്ങനെ ധാരാളം ആളുകൾ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഈ ഇടയ്ക്കും ഈ വളരെ അടുത്ത ദിവസങ്ങളിലും ഒരു വനിതയെ കാട്ടാന ചവിട്ടി കൊന്നു. അപ്പോൾ ആനയാണോ പ്രതി, മനുഷ്യനാണോ പ്രതി? ഇതിനെ സംബന്ധിച്ച് കളക്റ്റീവ് ആക്ഷൻ എന്നൊക്കെ പറയുന്ന, പിന്നെ കളക്റ്റീവ് ലിവിങ് എന്നൊക്കെ പറയുന്ന, കോ ലിവിങ് എന്ന് പറയുന്ന സംവിധാനമൊക്കെ ഉള്ള കുറച്ച് ആളുകൾ ഇത് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവർ കുറച്ച് ആളുകളുണ്ട്. പിന്നെ വയനാട് പ്രതി സംരക്ഷണ സമിതിയിലുള്ള ആളുകൾ, അതുപോലെ തന്നെ ബാദുഷായെ പോലുള്ള ആളുകൾ, അഡ്വക്കേറ്റ് സന്തോഷിനെ പോലുള്ള ആളുകൾ, അങ്ങനെ ഒത്തിരി ആളുകൾ തിരുവനന്തപുരത്തും കേരളത്തിലും അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി പരിസ്ഥിതി പ്രവർത്തകരും ഈ വനം വന്യജീവി സംരക്ഷണം ഉറപ്പാക്കണമെന്ന് പറയുന്നവരും വന്യജീവി മനുഷ്യർ സൗഹൃദമായിട്ട് പോകേണ്ടതാണ്, അതിൻ്റെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവരുത് എന്ന് പറയുന്ന വളരെ കൃത്യമായ ചില സൂചനകൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി പുതിയ വനം മന്ത്രിയാണ് അദ്ദേഹം, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. അതായത് കോ എക്സിസ്റ്റൻസ് കളക്റ്റീവ് എന്ന് പറയുന്ന, കളക്റ്റീവ് കേരള എന്ന് പറയുന്ന ഒരു ടീം തന്നെയുണ്ട്. കോ എക്സിസ്റ്റൻസ് കളക്റ്റീവ് കേരള. അതായത് ഒന്നിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച്, ഈ മൃഗങ്ങളെ എല്ലാം തല്ലിക്കൊന്നുകൊണ്ട് ആവാസ വ്യവസ്ഥ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട്, ജൈവ വ്യവസ്ഥ നശിപ്പിച്ചതുകൊണ്ട്, ജൈവ വൈവിധ്യം നശിപ്പിച്ചുകൊണ്ട് മാനവരാശിക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. അത് വലിയ പ്രശ്നമാണ്. അല്ല, മുഴുവൻ സകല ജീവജാലങ്ങളെയും, ബാക്ടീരിയ മുതൽ വൈറസ് മുതൽ സകലതിനെയും കൊന്നുകൊണ്ട്, പൂമ്പാറ്റയെയും പിന്നെ അതുപോലെ തന്നെ തേനിനെയും ഈ തേനീച്ചയും എല്ലാം കൊന്നുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഓരോ ജീവി ഉള്ളത് അടുത്ത ജീവിയുടെ ആഹാരമാണെന്ന് പറയുന്ന പോലെ ഒരു ജീവി ഇല്ലാതാകുമ്പോൾ അടുത്ത ജീവി പെരുകുകയോ അല്ലെങ്കിൽ അതിനും വംശനാശം സംഭവിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് പ്രകൃതിയിൽ ആത്യന്തികമായി പരാഗണം നടക്കില്ല, ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ജീവജാലങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും ഒക്കെ പങ്കുണ്ട്. അതൊക്കെ ഇല്ലാതെ വരുന്ന വലിയ ഭക്ഷ്യ പ്രതിസന്ധിയിലേക്കൊക്കെ പോകും. പിന്നെ കാലാവസ്ഥാ പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ട് വനം വന്യജീവികളെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയത്തില്ല. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകാം എന്നുള്ളതിന് കൊണ്ട് ചില നിർദ്ദേശങ്ങൾ കോ എക്സിസ്റ്റൻസ് കളക്റ്റീവ് പുറത്തു വച്ചിട്ടുണ്ട്. ഒന്നാമതായി അവർ പറയുന്നത്, വളരെയേറെ ഉത്തരവാദിത്വമുള്ള യൂണിഫോം സ്റ്റാഫ് ജോലി ചെയ്യുന്ന ഒരു വകുപ്പിലേക്ക് എംപ്ലോയ്മെന്റ് വഴി 6 മാസത്തേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തരുത്. കാരണം ഒരു ആളിനെ താൽക്കാലിക നിയമനം നടത്തി അയാൾ ഒന്ന് പഠിച്ചു വരുമ്പോൾ 6 മാസം കഴിയും, 179 ദിവസം ആവും, വീണ്ടും അടുത്ത ആൾ വരും. അപ്പോൾ ആളുകളെ റിക്രൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏജൻസിയായി ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തിക മാറ്റരുത്. അവിടെ സ്ഥിരം PSC നിയമനം നടത്തുക. അല്ലെങ്കിൽ കോൺട്രാക്ട് കൊടുക്കുന്നവർക്ക് 4-5 വർഷത്തേക്ക് PSC വരുന്നത് വരെ 5 വർഷത്തേക്കൊക്കെ കോൺട്രാക്ട് കൊടുക്കും. ഇതിപ്പോൾ 6 മാസത്തേക്കാണ് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നത്. 6 മാസം കഴിയുമ്പോൾ അടുത്ത ആൾ വരും. അത് വലിയൊരു പ്രതിസന്ധിയാണ്. അതുപോലെ തന്നെ ഇവരുടെ ട്രെയിനിങ് സിലബസ് കൃത്യമായി പരിഷ്കരിക്കണം. പുതിയ കാലത്തിന് അനുയോജ്യമായ ബേസിക് ട്രെയിനിങ് ലഭിച്ച ആളുകൾക്ക് ഓരോ പ്രൊമോഷനിലും ട്രെയിനിങ് കൊടുക്കുന്ന, റിഫ്രഷ്മെന്റ് കോഴ്സ് കൊടുക്കുന്ന രീതിയിൽ അതിൻ്റെ കരിക്കുലവും സിലബസും അത് പുനരാവിഷ്കരിക്കണം. കാര്യം കാലം മാറുകയാണ്, കാലാവസ്ഥ മാറി, ആഗോളതാപനം വരുന്നു, പിന്നെ കാടിൻ്റെ ആവാസ വ്യവസ്ഥ മാറുന്നു, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൂടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രൊമോഷനിലും ട്രെയിനിങ് എന്നത് നിർത്തലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് റിഫ്രഷ്മെൻറ്റ് കോഴ്സ് നൽകണം. 50 വയസ്സ് കഴിഞ്ഞവരെ ബേസിക് ട്രെയിനിങ് ഒരാൾക്കും വീണ്ടും ട്രെയിനിങ്ങിൽ നിന്ന് ഒഴിവാക്കി അവരെ മറ്റ് മേഖലകളിലെ പെർഫോമ ഫില്ല് ചെയ്യുന്ന ജോലിക്ക് പകരം ജീവനക്കാരെ സ്വതന്ത്രമായി ഫീൽഡിൽ ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ധാരാളം ആളുകളെ ഫീൽഡിലേക്ക് ആയിരിക്കണം കൂടുതൽ കോൺസെൻട്രേഷൻ, ഓഫീസ് വർക്കിനല്ല അവർ ഇരിക്കേണ്ടത്. വിജിലൻസ് ശക്തമാക്കണം. പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുത്ത് ഉറപ്പാക്കണം. ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നില്ല. യാതൊരു പരിചയമില്ലാത്തവരെയും, ഒന്നിൽ കൂടി സ്ത്രീകളെയും വിജിലൻസ് വിഭാഗത്തിൽ നിയമിക്കുന്നതിൽ നിന്ന്
ഒഴിവാക്കുക. കൂടുതൽ കാരണം ഇതൊരു റിസ്ക് പിടിച്ചൊരു ജോലി കൂടിയാണ്. കാട്ടിലൊക്കെ പോവുകയും അതിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യുന്ന റിസ്കി ജോബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോസ്റ്റിങ്ങിലും വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റേ പോലീസിൻ്റെ പോസ്റ്റിംഗ് ആണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ചില നിഗമനങ്ങൾ ആവശ്യമുണ്ട്. സാധാരണ ജോലിയില്ലാതെ അല്ലാതെ വളരെ റിസ്ക്കുള്ള ഈ ജോലിയിൽ വനിതാ പ്രാതിനിധ്യം കുറയ്ക്കുകയും വനമേഖലയിൽ അടുത്ത് നിൽക്കുന്നവരെയും വനത്തിനോട് ചേർന്ന് താമസിക്കുന്ന ട്രൈബൽ വിഭാഗക്കാർക്ക് മുൻതൂക്കം കൊടുക്കുകയും ചെയ്യണം. അത് ട്രൈബൽ വിഭാഗത്തിലെ പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ കാടൊക്കെ നന്നായി പരിചയം കാണും. അവർക്ക് വനത്തിനെ കുറിച്ചുള്ള നല്ല ധാരണയുണ്ടായിരിക്കും. മാത്രമല്ല വന്യജീവികളുടെ ചെറിയ മൂവ്മെൻറ്റ് പോലും ആദിവാസികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. വനത്തിനോട് ചേർന്ന് സ്വകാര്യ സ്ഥലങ്ങളിൽ വന്യജീവികൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു സാഹചര്യത്തിലും അനുവദിക്കരുത്. വനഭൂമി പൂർണ്ണമായി സർവേ ചെയ്ത് വേർതിരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക. എന്നോട് കുറച്ചുകൂടെ കടന്ന് പറഞ്ഞാൽ വനഭൂമി പട്ടാളത്തെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫോറസ്റ്റിൽ പഠിക്കുന്നവരൊഴിച്ച് അല്ലെങ്കിൽ അത്യാവശ്യം ഫോറസ്റ്റ് മനസ്സിലാക്കാൻ പോകുന്നവരൊഴിച്ച് ഒരു മനുഷ്യനും ഫോറസ്റ്റിൽ കയറേണ്ട കാര്യമില്ല. അത് വേർതിരിച്ച് ജണ്ടയെല്ലാം തിരിച്ച് കറക്റ്റാക്കി പട്ടാളക്കാരെ പോലെയുള്ള ഒരു പുതിയ സേന തന്നെ ഉണ്ടാക്കണം. അല്ലാതെ വനം വകുപ്പിനെ കൊണ്ട് ഇത് പറ്റുന്നതല്ല ഈ കാര്യങ്ങൾ എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, വർക്കിംഗ് പ്ലാൻ വിഭാഗം എന്നിവയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ച് ആവശ്യമില്ലാത്തവ നിർത്തലാക്കുകയോ സ്റ്റാഫുകളുടെ എണ്ണം ടെറിട്ടോറിയൽ വിങ്ങിലേക്ക് മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യണം. ഇതൊക്കെ ഈ കോഎസിസ്റ്റൻസ് കളക്റ്റീവ് നിരവധി വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നതാണ്, അല്ലാതെ എൻ്റെ ഒരു കണ്ടുപിടുത്തമല്ല. അടുത്ത കാലം വരെ നിരവധി കാട്ടാനകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് സത്യസന്ധമായി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുവെന്നും മനുഷ്യരുടെ ഇടപെടലുകൾ അതിന് കാരണമായിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്ന കാര്യവും പ്രധാനമാണ്. കിഫ എന്ന വന്യജീവി വിരുദ്ധ സംഘടനയ്ക്ക് ഈ കാട്ടാനകളുടെ മരണങ്ങളിൽ പങ്കുണ്ടോ എന്നും ഉണ്ടെങ്കിൽ കർശന നടപടിയെടുക്കുകയും ചെയ്യുക എന്നൊരു ഡിമാൻഡും അവർ വച്ചിട്ടുണ്ട്. കിഫ എന്ന പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്ന വന്യജീവി വിരുദ്ധ സംഘടനയുടെ ഭീഷണി പല സ്ഥലങ്ങളിലും ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ആ സ്ഥിതി ഒഴിവാക്കാൻ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. സംഘടനാപരമായി കോഎസിസ്റ്റൻസ് കളക്റ്റീവ് എല്ലാവരും കൂടി ജീവിക്കട്ടെ എന്ന് പറയുമ്പോൾ കിഫ പറയുന്നു മനുഷ്യർ മാത്രം ജീവിച്ചു. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ തീർക്കാൻ ഗവൺമെൻറ് ഇടപെടണം. വനത്തിനകത്ത് അധിനിവേശ സസ്യങ്ങൾ വളരുന്നത് കർമ്മ പരിപാടിയിലൂടെ ഒഴിവാക്കണം. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വന്യജീവികൾ എന്തുകൊണ്ട് പുറത്തു വരുന്നുവെന്ന് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും അതിനുള്ള പരിഹാരം കണ്ടെത്തി നടപ്പിലാക്കുകയും ചെയ്യുക. കാട്ടിനകത്ത് തമിഴ്നാട്ടിലാണെങ്കിൽ വെള്ളം അവിടെ കുളങ്ങളിൽ എത്തിക്കുകയും അത് മൃഗങ്ങൾ വന്ന് കഴിക്കുന്നു എന്നുള്ളത് ക്യാമറയിലൂടെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഫോറസ്റ്റ് ഏരിയകൾ തമിഴ്നാട്ടിലുണ്ട്. നമ്മളും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് കേസുകളുണ്ട്. മുട്ടൽ മരമുറി കേസ്, സുഗന്ധഗിരി മരമുറി കേസ്, ചെമ്പ്ര പണം തട്ടിപ്പ് കേസ്. ഇവയിൽ ഇടപെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കർശന നടപടിയെടുക്കുകയും അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയുമാണ്. കാരണം അവരെ സസ്പെൻഡ് ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ അവിടെയും ഇതൊക്കെ തന്നെയായിരിക്കും ആവർത്തിക്കുന്നത്. വനംവകുപ്പിലെ സത്യസന്ധ ഉദ്യോഗസ്ഥരെ സ്വതന്ത്രമായി ജോലി ചെയ്യുന്നതിനും സർക്കാരിൻ്റെ സൽപ്പേര് നിർത്തുന്നതിനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. RRTകളിലെ താൽക്കാലിക ജീവനക്കാർ ആന ഇറങ്ങുന്ന സമയങ്ങളിൽ അവയെ അനാവശ്യ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നത് തടയുക. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ടീമിൻ്റെ ക്യാപ്റ്റനായിരിക്കും ഉത്തരവാദി എന്ന നിലയിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുക. അനാവശ്യമായി വേദന അനുഭവിച്ച ആനകളാണ് പിന്നീട് ജനങ്ങളെ കൊല്ലുന്ന നിലയിലേക്ക് എത്തുന്നത്. ടൂറിസം പ്രദേശങ്ങൾ ടൂറിസ്റ്റുകൾ വന്യജീവി പ്രകോപിപ്പിക്കുന്ന നിയമ നടപടി ഒഴിവാക്കുക. യൂണിഫോം സ്റ്റാഫിനെ സോഷ്യൽ മീഡിയകളിൽ റീൽസ് ഉണ്ടാക്കിയും ഫീൽഡ് ഉണ്ടാക്കിയുമുള്ള നിരവധി സംഭവങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ പരാതികൾ ലഭിച്ചു, എന്നാൽ അതിനെതിരെ യാതൊരു ശിക്ഷാ നടപടികൾ ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളുണ്ട്. വന്യജീവി ആക്രമണം മൂലം ഉണ്ടാകുന്ന മനുഷ്യർക്കുണ്ടാകുന്ന മരണത്തിൻ്റെ നഷ്ടപരിഹാര തുക എക്കോ ടൂറിസം വഴി ലഭിക്കുന്ന തുകയിൽ നിന്ന് കൊടുക്കുക. രാത്രി കാലങ്ങളിൽ വന്യജീവികൾക്ക് ഉപദ്രവതരത്തിലുള്ള മലമുകളിലെ ഓഫ് റോഡ് ഡ്രൈവിംഗ് പൂർണ്ണമായി നിർത്തലാക്കുക. നല്ല നല്ല നിർദ്ദേശങ്ങളാണ്. വനം വകുപ്പിൻ്റെ എക്കോ ടൂറിസം പരിപാടി ക്രമേണ അവസാനിപ്പിക്കണം. എക്കോ ടൂറിസം വഴി ജനങ്ങൾക്ക് വനത്തിനകത്ത് പ്രവേശനം നൽകുന്ന ഒരു പരിധിവരെ വന്യജീവികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മലഞ്ചെരുവുകളിലെ നിയമവിരുദ്ധ നിർമ്മിതികൾ പൊളിച്ചു മാറ്റണം. വനത്തിനകത്ത് കൂടെയുള്ള റോഡുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രക്കാർ വന്യജീവികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉറപ്പുവരുത്തണം. വന്യജീവി നാട്ടിലേക്ക് ഇറങ്ങുന്ന നിരീക്ഷിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തണം. കാട്ടുപന്നികളെ അനിയന്ത്രിതമായി കൊല്ലുന്നതും നാടൻ പശുക്കളെ കാടിന് സമീപം മേയാൻ വിടുന്നതും യാതൊരു മുൻകരുതലുമില്ലാത്ത വനത്തിനകത്ത് വിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നതും വന്യജീവി ആക്രമണത്തിൻ്റെ കാരണമാകാം. ശ്രദ്ധിക്കുക, വന്യജീവികൾ ഒരിക്കലും ഉപദ്രവകാരികളല്ല. മനുഷ്യരുടെ അവയുള്ള സമീപനം മൂലമാണ് ഏതൊരു ജീവിയും അക്രമകാരികളായി മാറുന്നത്. ഇത്രയും കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എന്ന് പറഞ്ഞ് ഒരു തുറന്ന കത്ത് പോലെ ഈ കോഎസിസ്റ്റൻസ് കളക്റ്റീവ് വച്ചിട്ടുമുണ്ട്. എന്തായാലും ധാരാളമായി വന്യജീവി സംരക്ഷണം നമുക്ക് നടക്കണം. എന്നാൽ മനുഷ്യർക്ക് സ്വൈരമായി ജീവിക്കുകയും വേണം. അതുകൊണ്ടാണ് നല്ല ഒരു ഇടപാടാണ് കോഎസിസ്റ്റൻസ് കളക്റ്റീവ്. രണ്ട് കൂട്ടരും വനത്തിൽ വന്യജീവികൾ ജീവിക്കട്ടെ, പുറത്ത് കാടിന് പുറത്ത് മനുഷ്യരും ജീവിക്കട്ടെ. ഇവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ആക്രമിക്കരുത്. മനുഷ്യർ കാട്ടിൽ കയറുന്നതിന് ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ നമുക്ക് പരാതിയാവും. അതുപോലെ കാട്ടിലേക്ക് കയറാതിരിക്കാനുള്ള
ശ്രമങ്ങളും നമ്മൾ നടത്തുക. അവർ കാട്ടിൽ ജീവിക്കട്ടെ, നമുക്ക് നാട്ടിൽ ജീവിക്കാം. അതിനുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ഗവൺമെൻറ് ആലോചിക്കണം. അതുപോലെ തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട്, സയൻറ്റിസ്റ്റുമാരുണ്ട്, ടെക്നോക്രാറ്റുകളുണ്ട്, എക്സ്പെർട്ടുകളുണ്ട്. അവരെ വിളിച്ച് അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാനൊരു ഉദാഹരണത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സുനിത നരേൻ എന്ന് പറയുന്ന ഡൽഹി സെൻറ്റർ ഫോർ സയൻസ് എൻവയോൺമെൻറ്റ് സയൻസിൻ്റെ CSEയുടെ സയൻസ് എൻവയോൺമെൻറ്റ് സെൻറ്റർ ഫോർ സയൻസ് എൻവയോൺമെൻറ്റിൻ്റെ ഡോക്ടർ സുനിത നരേനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭർത്താവ് നേരത്തെ ഉണ്ടായിരുന്നു. ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം നിരന്തരം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ പരിസ്ഥിതി വിരുദ്ധ കാര്യങ്ങൾക്കെതിരെ എഴുതുമായിരുന്നു. ഇതിലൊരു ലേഖനം, ഡൗൺ ടു എർത്തിലെ ഒരു ലേഖനം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഡോക്ടർ അനിൽ അഗർവാളാണ്, അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയും അനിലിനോട് കൃത്യമായി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും അതിനുശേഷം പാർലമെൻറ്റിൻ്റെ ഒരു ശീതകാല സമ്മേളനത്തിൽ പാർലമെൻറ്റ് സെഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഈ അനിൽ അഗർവാളിൻ്റെ ഒരു പ്രസൻറ്റേഷൻ നടത്തി അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കുകയും ഈ പറഞ്ഞത് കേട്ടല്ലോ, ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പറയുന്നതാണ്, പരിസ്ഥിതിക്ക് വേണ്ടി പറയുന്നതല്ല, അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളൊരു കാര്യം നടത്തിയിരുന്നു. അമേരിക്കയിൽ റേച്ചൽ കഴ്സൺ DDTക്കെതിരെ സൈലന്റ് സ്പ്രിംഗ് പുസ്തകം എഴുതിയിരുന്നപ്പോൾ അവരെ കേൾക്കാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറായിട്ടാണ് DDT നിരോധിച്ചത്. അപ്പോൾ ലോകത്തും ഇങ്ങനെ ചരിത്രമുണ്ട്, ഇന്ത്യയിലും ഇങ്ങനെ ചരിത്രമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതിക്ക് വേണ്ടി വാദിച്ചിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയാണ്. ആ ഇന്ദിരാഗാന്ധി നിരവധി നിയമങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇന്ദിരാഗാന്ധിയുടെ പശ്ചിമഘട്ട വികസന പരിപാടിയും ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും മലിനീകരണ നിയന്ത്രണ നിയമങ്ങളും ജലമലിനീകരണ നിയന്ത്രണ നിയമവും ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയ ആളാണ് ഇന്ദിരാഗാന്ധി. അതുകൊണ്ട് രാജ്യം പരിസ്ഥിതിയിൽ ഇന്ദിരാഗാന്ധിയോട് കടപ്പെട്ടിരിക്കുന്നു. ആ ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ഹരിത MLA ആയിരുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ കൂടി ചർച്ച ചെയ്യുന്ന പുതിയൊരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകട്ടെ. വനം വന്യജീവികൾക്കുള്ളതും വനത്തിന് പുറത്തുള്ള സ്ഥലം നമ്മെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്കുള്ളതാണെന്നും തിരിച്ചറിവുണ്ടാവുക. കോ എക്സിസ്റ്റൻസ് ആണ്, കളക്റ്റീവ് ആക്ഷനാണ് വേണ്ടത്.